ഈ തേനീച്ച കർഷകരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ചെറുവക കർഷകരായാലും നമ്മൾ തേനീച്ചക്കൂട് അവിടെ ഫാമിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് തേൻ കിട്ടുന്നത് അത് മാക്സിമം അവിടെ അടുപ്പിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 1 കിലോമീറ്റർ വരെ നമ്മളുടെ തേനീച്ച ചെന്ന് തേൻ കളക്ട് ചെയ്യും, പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്യും. പക്ഷേ അത് അവിടെ ചെല്ലും തോറും അവിടെ നിങ്ങോട്ട് അടുക്കും തോറും അവരത് ഭക്ഷിച്ച് അവരുടെ ഉദരത്തിൻ്റെ പകുതി ഭാഗമായിട്ട് മാറും അവർ നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അപ്പോൾ പകുതി അളവാ കിട്ടുള്ളൂ. അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പ്രാവശ്യം പോണ സമയം കൊണ്ട് നമുക്ക് അടുത്താണെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം തേനീച്ചയ്ക്ക് പോയി വരാൻ കഴിയും. അപ്പോൾ തേൻ പെട്ടെന്ന് കൂടുകളിൽ നിറയ്ക്കാൻ കഴിയും. അകലം കൂടുന്തോറും തേനീച്ചക്കൂട്ടിൽ തേൻ പയ്യെ അതിൽ നിറയ്ക്കാൻ പറ്റുള്ളവർക്ക് അവർക്ക് കൂടുതൽ അധ്വാനം വേണ്ടി വരുന്നു, അകലെന്ന് പോയിട്ട് കൊണ്ടുവരണം. അപ്പം മാക്സിമം കർഷകർ ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത് ഒരു കുന്നിൻപുറത്ത് ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവാരത്ത് കൊണ്ടുവന്ന് നമ്മൾ പരമാവധി കൂട് വയ്ക്കാൻ ശ്രമിക്കുക. ഈ തേനീച്ച വരുമ്പോൾ അവർക്ക് ലോഡ് ഉണ്ടാവും. അപ്പോൾ ലോഡ് വരുമ്പോൾ പൊക്കത്താക്ക് കൂടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കയറി പറന്ന് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ തേനെടുത്ത് വരുമ്പോൾ ഫ്രീ ആയിട്ട് അടിയിലേക്ക് പറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ പരമാവധി ഒരു കുന്നുംപുറമാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പോൾ തേനീച്ചകൾക്കും അധ്വാനം കുറയും, നമുക്ക് പെട്ടെന്ന് ആദായം കൂടുതൽ കിട്ടുകയും ചെയ്യും.